ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി വിജി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടുകളിലെ കറുപ്പ് നിറം നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയൊരു ഹോം റെമഡിയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ചുണ്ടിൻ്റെ ഡാർക്ക്നെസ് അല്ലെങ്കിൽ കരിവാളിപ്പ് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ലിപ്സിലെ ഡാർക്ക്നെസ് മാറ്റാനായിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബദാം ഓയിലാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ബദാം ഓയിൽ ഇതിലേക്ക് എടുക്കുവാണ്. ലിപ്സിലേക്ക് ആവശ്യമുള്ള അത്ര ബദാം ഓയിൽ മതി, ഒരു 1/2 ടീസ്പൂണൊക്കെ എടുത്താൽ. അപ്പോൾ നമ്മളിവിടെ അടുത്തായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു നാരങ്ങയുടെ ഒരു പീസാണ് കേട്ടോ. നമ്മൾ എത്രത്തോളം ബദാം ഓയിൽ എടുത്തു ആ അളവിൽ മാത്രം നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നാരങ്ങയുടെ നീര് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഡാർക്കായിട്ടുള്ള ലിപ്സൊക്കെ ഒന്ന് പിഗ്മെൻറ്റേഷനൊക്കെ മാറിക്കിട്ടാനായിട്ട് ഈ ഒരു കോമ്പിനേഷൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇത് നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിടക്കാവുന്നതാണ്. ലിപ്സിനുള്ളൊരു നൈറ്റ് ക്രീമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 1-2 ആഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വരും. അപ്പോൾ ഇനി നാരങ്ങ അലർജി ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് കൂടി നോക്കാം നമുക്ക്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് എല്ലാവരുടെയും സ്കിന്നിന് ഒരുപോലെ യോജിക്കുന്ന ഒന്നാണ് തേൻ. അപ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ തേനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. തേൻ നമ്മുടെ സ്കിന്ന് ലൈറ്റൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഫേസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ഒരു കോമ്പിനേഷൻ. ഡ്രൈ ആയിട്ട് വിണ്ട് പൊട്ടിയൊക്കെ ഇരിക്കുന്ന ചുണ്ടുകൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഗ്ലിസറിനാണ് കേട്ടോ. ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നോ കെമിക്കൽസാണ് ഇതിൽ. അപ്പോൾ നമ്മുടെ ലിപ്സിലൊക്കെ ഉപയോഗിക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ളതാണ്. 100% നാച്ചുറൽ പ്യുവർ എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഓർഗാനിക് നെക്ടർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പം നമ്മൾ അടുത്തായിട്ട് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3-4 ഡ്രോപ്പ് മതിയാവും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ തേനോട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്കവാറും എല്ലാ ക്രീമുകളുടെയും മോയ്സ്ചറൈസറുകളുടെയും ഒക്കെ ഒരു കണ്ടൻറ്റാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. സ്കിന്നിനെ നല്ല സോഫ്റ്റായിട്ട് ഇരുത്താനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ നാരങ്ങ നീരും ആൽമണ്ട് ഓയിലും കൂടിയിട്ടുള്ള ഈ ഒരു കാര്യം ഇപ്പോൾ ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലിപ്സിന് ഏതാണോ ഉത്തമം അത് നമുക്ക് യൂസ് ചെയ്യാം. നൈറ്റ് ക്രീമായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഈ ആൽമണ്ട് ഓയിലിൻ്റെ ഇതാണ് കേട്ടോ. മറ്റേ നമുക്ക് നൈറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വല്ല ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അത് ഡേ ടൈമിൽ വേണം അപ്ലൈ ചെയ്യാൻ. രണ്ടും ഒരേപോലെ നല്ല റിസൾട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ലിപ്സിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ പറയണം കേട്ടോ അടുത്ത ദിവസം വന്നിട്ട്. ചുണ്ടുകളിലെ കറുപ്പിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ലേഡീസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിപ് പ്രോഡക്റ്റുകളുടെ ഒരു പ്രോബ്ലം തന്നെയാണ്. നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത ലിപ് പ്രോഡക്റ്റുകൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റായിട്ട് നമുക്ക് ചുണ്ടുകളിൽ ഡാർക്ക്നെസ് വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഫേസിലൊക്കെ മോയ്സ്ചറൈസർ കാര്യങ്ങൾ അപ്ലൈ ചെയ്യും. പക്ഷേ ലിപ്സിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന കുറവാണ്. ലിപ് കെയർ നമ്മൾ പൊതുവേ കുറവാണ്. അതുകൊണ്ടാണ് നമ്മുടെ ലിപ്സിൽ കറുപ്പ് നിറം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.